Hello, welcome back to Chapters of Nada. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഈസ് അബൌട്ട് മൈ ജോബ് ഹണ്ട് ജേർണി ഇൻ UAE. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയാം, എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത് മൊത്തവും. ദിസ് ഇസ് നോട്ട് ഫ്രം വൺ എഡ്യൂക്കേറ്റേഴ്സ് ഓർ എന്താണ് എക്സ്പെർട്ടീസ് ഒപ്പീനിയൻ ഒന്നും അല്ല. എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ട് വാട്ട് എവർ ഐ വെന്റ് ത്രൂ അതാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിൻലി പറയുന്നത്. ഇഫ് യു ഗൈസ് ഫീൽ ലൈക്ക് ഫോളോയിങ് ഇറ്റ് യു ക്യാൻ ഫോളോ ഓർ എൽസ് ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, ഇറ്റ്സ് ഫൈൻ. ഇഫ് എൻ്റെ ഈ ജേർണി പറയുന്നതിലൂടെ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സിവിയുടെ ഫോർമാറ്റ്. സിവിയുടെ ഫോർമാറ്റ് എങ്ങനത്തെയാണ് വേണ്ടത്? ATS ഫ്രണ്ട്ലി ആണോ അതോ ക്യാൻവ ടെംപ്ലേറ്റ് എടുത്ത് ഫോർമാറ്റ് ആണോ വേണ്ടത്? ഇതാണ് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത്. അത് ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് എനിക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട്ഫുൾ ആയിരുന്ന ഒരു കാര്യമാണ് എങ്ങനത്തെ CV വേണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV ആണ് എല്ലായിടത്തും അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം ഇൻഡീഡിലൊക്കെ റിക്രൂട്ടേഴ്സ് എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്തിരുന്നത് ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ള CV ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കത് ഞാൻ അപ്ലൈ ചെയ്തത് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എനിക്ക് ഒത്തിരി വർക്ക്ഔട്ട് ആയിട്ടില്ല. പിന്നെ ഞാൻ ക്യാൻവ ടെംപ്ലേറ്റിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടും ഇപ്പോഴും പല കമ്പനീസ് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് അല്ല യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്. അങ്ങനെ ക്യാൻവ ടെംപ്ലേറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് റെസ്പോൺസസ് കൂടുതൽ വന്നിട്ടുള്ളത്. സോ ഐ സജസ്റ്റ് ഒരു പേഴ്സൺ ഹൂ ഇസ് കമ്മിങ് ഫോർ ജോബ് സീക്കിംഗ് അവർ 2 ടൈപ്പ് ഓഫ് CVസും കരുതിയിട്ടുണ്ടാവണം. ലൈക്ക് ATS ഫ്രണ്ട്ലി അപ്ലൈ ചെയ്യാനായിട്ട് രണ്ടും ഹാൻഡി ആയിട്ട് കയ്യിലുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചുമ്മാ അപ്ലൈ ചെയ്തിരിക്കുമായിരുന്നു. ആ സമയത്തൊന്നും എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ റെസ്പോൺസീവ് ആയിട്ടുള്ളത് തോന്നി തുടങ്ങിയത് ഞാൻ രാവിലെ ഒരു 7 to 10 ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ. അതിന്റെ സൈക്കോളജി എല്ലാവരും പറയുന്നത് HR രാവിലെ വന്ന് സിസ്റ്റം ഓപ്പൺ ചെയ്ത് മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണണം ആ ഒരു ടൈമിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ വരുന്ന പോലെ എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയത്. അങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ എനിക്ക് റെസ്പോൺസസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൺ ഓഫ് ദി ഒപ്പീനിയൻ ഇസ് ദിസ്, എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടൈം കൂടെ കീപ്പ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഇന്റർവ്യൂ ഡ്രസ്സിങ് സ്റ്റൈൽ. ഇവിടെ നമ്മൾ ഇന്റർവ്യൂവിനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മുന്നിൽ ഒരു പ്രസന്റബിൾ ആയിട്ട് നമ്മൾ മുന്നിൽ വന്നിരിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് മോർ. നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും കുറച്ച് സെൽഫ് കോൺഫിഡൻസ് ആണ്. മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു HR-ന് തോന്നും ഇവൻ കൊള്ളാം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷന്റെ ഒരു 20 അല്ലെങ്കിൽ ഒരു 50% നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. പിന്നെയാണ് നമ്മുടെ ഇന്റർവ്യൂ ആൻസേഴ്സിലുള്ളത്. സോ ഡ്രസ്സിങ് എപ്പോഴും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു ബ്ലേസർ അല്ലെങ്കിൽ ഒരു സ്യൂട്ട് ആ ഒരു രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകുന്നതായിരിക്കാം ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ കയറി ചെന്ന് ഒന്ന് ചിരിച്ച് കാണിച്ച് ഒന്ന് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യുക. ആ ഒരു നമ്മളുടെ പാർട്ടിൽ നിന്നുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ആ പാട്ട് നമ്മൾ ഗിവ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് വി ഹാവ് ക്രാക്ക് ദി ഹാഫ് വേ. ബാക്കിയാണ് നമ്മളുടെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും അതും ഇതും ഒക്കെ. സോ ബെറ്റർ ഡ്രസ് പ്രോപ്പർലി. ACC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്ത് എനിക്ക് ചോദിച്ചിട്ടുള്ളത് BCom വേണോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി വേണോ ACCക്ക്, അത് അങ്ങനെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഡിഗ്രി എടുക്കുന്നത് എപ്പോഴും ബെറ്റർ ഓപ്ഷനാണ്. ACCയുടെ കൂട്ടത്തിൽ തന്നെ ഡിഗ്രി ചെയ്യുന്നവരുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് ജോബ് ഹണ്ടിന് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് ഞാനിങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഓരോ റിക്വയർമെന്റ്സ് നോക്കുമ്പോഴത്തേക്കിനും എല്ലാവരും ചോദിച്ചിട്ടുള്ളത് BCom അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡിഗ്രി വേണം, പിന്നെ ACCA CMA അങ്ങനെയാണ് കൂടുതലും ഞാൻ ഡിസ്ക്രിപ്ഷൻസിൽ കണ്ടിട്ടുള്ളത്. സോ ഓൾവേസ് ബെറ്റർ ലുക്ക് ഫോർ ജോബ്സ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ ഇന്റർവ്യൂ ഫീൽസ് ലൈക്ക്. ഇപ്പം ഞാൻ വേഗ്ലി ഹാർഡ്ലി ഒരു 4 interviews or 5 interviews അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വളരെ ബേസിക് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് ഞാനൊരു ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പോൾ അവരെന്നോട് പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റി അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
മൂന്നാമത്തത് ഇപ്പൊ ലൈക്ക് അവരെന്നോട് ചോദിക്കാനായിട്ട് ഇനിയൊന്നും ബാക്കിയില്ല. അതുപോലെ കുറേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതൊരു എക്സാം പോലെയായിരുന്നു. എനിക്ക് ആദ്യത്തെ ഒരു ഇന്റർവ്യൂ റൗണ്ട് ജേർണൽ എൻട്രീസും കുറച്ച് ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് ഓപ്ഷണൽ പേപ്പർ ഇതെടുത്തത്. ഞാൻ ഓപ്ഷണൽ പേപ്പറായിട്ട് ATX ആണ് എടുത്തത്. അപ്പൊ എന്നോട് ആ ടൈമിൽ ഞാൻ ATX മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ P ലെവലിൽ. അപ്പൊ എന്നോട് എന്തുകൊണ്ടാണ് ATX എടുത്തത്, ബാക്കി പേപ്പേഴ്സ് ചൂസ് ചെയ്യാൻ എന്താണ്, അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ എനിക്കൊരു എക്സാം പോയിന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു 3 hour നമ്മൾ ഒരു ബികോമിന്റെ ഒക്കെ അക്കൗണ്ടിങ് എക്സാമിന് പോയിരിക്കുന്ന പോലെ തന്നെ ആ സീരിയസ്നെസ്സിൽ തന്നെ എനിക്ക് വേറൊരു എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇപ്പം ആ ജോലിക്ക് പോവായിരിക്കുമോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇന്റർവ്യൂസ് ജെനുവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര നല്ലതാണ്. ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു വേറൊരു എക്സ്പീരിയൻസ് തന്നെ. ഒരു 2-3 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേടിയും പോവും. പിന്നെ നമുക്ക് ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമ്മൾ ഗ്യാദർ ചെയ്യും. അപ്പോൾ അത് നമുക്ക് അടുത്ത ഇന്റർവ്യൂവിന് അത് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ കണ്ടുവരുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, റെഫർ ചെയ്യാൻ ആളില്ലെങ്കിൽ ദുബായിലൊക്കെ ജോലി കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെ ഒരു റൂമർ അല്ലെങ്കിൽ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനല്ല. റെഫർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ റെഫർ ചെയ്യാൻ ആളില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല എന്നൊന്നുമില്ല. നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇപ്പം എന്നെ ആരും റെഫർ ചെയ്തിട്ടല്ല എനിക്ക് ജോബ് കിട്ടിയത്. അത് അൽഹംദുലില്ലാഹ് ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. പക്ഷെ അതുപോലെ നമുക്കിപ്പോൾ ഓൺലൈൻ ആപ്സ് കുറേ അവൈലബിൾ ആണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ CV കമ്പനീസ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ആരും ഫോളോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഇപ്പം ഇന്ത്യയിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ആപ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. നൗക്കറി ഗൾഫ് യൂസ് ചെയ്തിട്ടുണ്ട്, ലിങ്ക്ഡിൻ യൂസ് ചെയ്തിട്ടുണ്ട്, Byte.com, ഗൾഫ് ടാലന്റ്, ഇൻഡീഡ്. ഈ 5 ആപ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻഡീഡും ലിങ്ക്ഡിനുമാണ്. നൗക്കറി ഗൾഫ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നൗക്കറി ഗൾഫ് യൂസ് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി സ്പാം മെയിൽസ് വന്നിട്ടുണ്ട്. UAE നോക്കുന്ന എല്ലാവരും, സ്റ്റാർട്ടറായിട്ട് വന്നേക്കുന്ന എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ പറയാം, സ്പാം മെയിൽസ് നമുക്ക് ഒറിജിനൽ ഇന്റർവ്യൂ മെയിൽസിനേക്കാൾ കൂടുതൽ വരുന്നത് സ്പാം മെയിൽസാണ്. എന്തോരം സ്പാം മെയിൽസ് വന്നിരുന്നു പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സന്തോഷിച്ച് നമ്മൾ അവിടെ വരെ പോകും. നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കര ജെനുവിൻലി നമ്മൾ വലിയ കാര്യത്തിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവർ നമ്മുടെ അടുത്ത് പൈസ ചോദിക്കുന്നത്. പൈസ ചോദിച്ച് എവിടെയും ജോലിക്ക് കയറരുത്, പൈസ കൊടുക്കരുത്. അതൊരു സ്കാമാണ്. അവിടെ ചെന്ന് വെറുതെ പൈസ കളയാന്നേ ഉള്ളൂ. അവർ നമുക്ക് ജോലിയും തരില്ല, ഒന്നും തരില്ല. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. പിന്നെ നമുക്ക് ഒരു ഇമെയിലിന്റെ അവര് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത് സ്പാം ആണ്, ഒറിജിനൽ അല്ലാന്ന്. അപ്പൊ ഞാൻ ഈ നൗക്കറി ഗൾഫിൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്പാം മെയിൽസ് കൂടുതൽ വന്നത്. അങ്ങനെയാണ് ഞാൻ നൗക്കറി ഗൾഫിൽ അപ്ലൈ ചെയ്യുന്നത് നിർത്തിയത്. പിന്നെ എനിക്ക് കൂടുതൽ റെസ്പോൺസസും ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയും എനിക്ക് കിട്ടിയത് ഇൻഡീഡ് ത്രൂ ആണ്. ലിങ്ക്ഡിൻ ഞാൻ യൂസ് ചെയ്തത് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനാണ്. അപ്ലൈ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു റെസ്പോൺസ് തന്നെ ലിങ്ക്ഡിനിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് എൻ്റെ CVയുടെ കുഴപ്പമാണോ അതോ ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇന്ത്യയിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ്, ഞാൻ പറഞ്ഞ 5 ഇന്റർവ്യൂവും എനിക്ക് 5 ഇന്റർവ്യൂ എനിക്ക് കിട്ടിയത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. പിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്താൽ മതിയോ, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണെങ്കിൽ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് എനിക്ക് 100% പറയാനൊന്നും പറ്റില്ല. കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ കോൾസ് അല്ലെങ്കിൽ നിങ്ങൾ റിയലി എക്സ്പെക്ടിങ് ഫോർ എ ജോബ്, റിയലി വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വിസിറ്റ് വിസയിൽ വന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. കാരണം നമുക്ക് മിക്ക ജോബ് ഡിസ്ക്രിപ്ഷനിലും കാണാറുണ്ട് ദി ആപ്ലിക്കൻറ്റ് ഷുഡ് ബി ഫിസിക്കലി അവൈലബിൾ ഇൻ UAE, അല്ലെങ്കിൽ ഫിസിക്കൽ ഇന്റർവ്യൂ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളത് പല ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാണാറുണ്ട്. കാരണം ഇത്രയും ആളുകൾ UAE തന്നെ ഇത്രയും ആളുകൾ ജോബിന് വേണ്ടി നിൽക്കുമ്പോൾ അവർ വേറൊരു കൺട്രിയിൽ നിന്ന് വിളിച്ചു വരുത്താനായിട്ടുള്ള സാധ്യത എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും കിട്ടാറില്ല എന്നല്ല, ഞാൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ആളുകളെ എനിക്ക് അറിയാം. എൻ്റെ ഇപ്പൊ ഫാമിലി തന്നെ എനിക്ക് കുറച്ച് ആളുകളെ അറിയാം. അതുകൊണ്ട് കിട്ടത്തില്ല എന്നല്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടണം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഇന്റർവ്യൂസ് ആയിരിക്കും, അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്താരും വരരുത്. കാരണം
അവര് ഇവിടെ അതിനോളം കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പറയും ദുബായ് ഇസ് പാരഡൈസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇൻസ്റ്റയിൽ റീലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്ത ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് അത്രേ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അപ്പം തന്നെ കിട്ടണമെന്നില്ല. നമുക്ക് ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം വിസ റിന്യൂ ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. അത് എക്സ്പെക്റ്റ് ചെയ്ത് വരിക. പിന്നെ ഒരു ജോബിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന പോലെ തന്നെ വിസ 2 ഇയർ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് കോൺട്രാക്ട് ഉണ്ടാവും 1 ഇയർ, 2 ഇയർ കോൺട്രാക്ട് വിസ ആയിരിക്കും വരുന്നത്. അപ്പം പെട്ടെന്ന് ചാടിക്കയറി ഒരു ജോലിക്ക് എങ്ങനെയെങ്കിലും കയറി നിൽക്കാതെ ടേക്ക് യുവർ ടൈം, ഡു നോട്ട് സെറ്റിൽ ഫോർ ലെസ്. എന്താണേലും നല്ല ജോബ് കിട്ടും ഇൻഷാല്ലാ. ആ ഒരു രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്ത് കിട്ടും എന്നുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ചിന്താഗതിയോടെ മുന്നോട്ട് അപ്ലൈ ചെയ്ത് റെഗുലറായിട്ട് തന്നെ പോകാൻ നോക്കുക. കോൾസ് വരാത്തപ്പോഴത്തേക്കും മനസ്സ് മടിച്ച് ചടച്ചിരിക്കാണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദാറ്റ്സ് ഓൾ. അതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനത് പറയാം. പിന്നെ ഓറൽസ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു.